ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ടൈലറിങ് ക്ലാസ്സിന് പോവുകയാണേ. അപ്പോൾ ആ മുന്നിൽ പോണ എൻ്റെ നാത്തൂനായിട്ടോ. അപ്പോൾ ഓള് ഫസ്റ്റൊക്കെ ഓള് ഭയങ്കര സ്പീഡൊക്കെ, പിന്നെ ഓള് സ്ലോ. അപ്പോൾ ഞാൻ സ്പീഡ് ഔട്ടാണ്. അങ്ങനെയാണ് ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഞങ്ങൾ ഒപ്പന് പോയിനത്. പിന്നെ എന്താണ് ഒരാൾക്ക് സ്പീഡ് ഇടും, ഒരാൾക്ക് സ്പീഡ് ഇടുക, കുറേ അങ്ങനെയൊക്കെ ആയിട്ടാ. ഈ പൂ കണ്ടപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ഒരു ഭയങ്കര ഇഷ്ടം. ഫോണിൽ വീഡിയോ എടുത്തപ്പോൾ എന്താ രസം. അങ്ങനെ പോരുമ്പോൾ ഞങ്ങൾ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഈ ഒരു പയം കണ്ടിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര കൗതുകം. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു പയം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് അവക്കാഡോ ആണെന്നാണ്, പക്ഷേ അതല്ല, വേറെ എന്തോ ഒരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ ഷോർട്ട് വഴി കൂടെ ആയിട്ടോ പോണത്. നേർ റോഡ് ഉണ്ട്, പക്ഷെ കുറേ പണി. അങ്ങനെ ഷോർട്ട്, പക്ഷേ ഇതും കുറച്ചൊരു പണിയാണ്. വളഞ്ഞ് മൂക്കുടിച്ചാന്നൊക്കെ പറയില്ല, അതേ ഒരു സൈസാണ് ഇത്. സംഭവം കുറേ പോകണ്ടേ. പിന്നെ ഈ കൂടെ നടക്കുന്ന ആളില്ലേ, അതിൻ്റെ മൂത്ത ആത്താൻ്റെ മോളാണ്. അപ്പോൾ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ പോകാനൊക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും ഒരു കാ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറാവട്ടാ. അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തി. ഇന്ന് നമുക്ക് പാൻറ്റ് ഇനി, അപ്പോൾ ഞാൻ പാൻറ്റ് അടിച്ച്. പിന്നെ ഗായ്സ്, ആ പാൻറ്റ് അടിച്ചിട്ട് അടിയിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോഴാട്ടോ ഓർമ്മ. അങ്ങനെ പിറ്റേ ദിവസമാണിത്. പിന്നെ ഇന്ന് നാത്തും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടി എടുത്താണ്ട് വന്നിരുന്നത്. പിന്നെ ഞാൻ ATM കയറിയ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ അടുത്തൊരു മിഠായി ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് മിഠായിക്കാൻ വേണ്ടി കയറിയപ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ചൂട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ AC ആട്ടോ. അപ്പോൾ അതൊന്ന് കൊള്ളാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ പിന്നെ ബൈക്കായിട്ടായതുകൊണ്ട് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിട്ടാം. അപ്പോൾ ആ കാണാനാണ് എൻ്റെ ഇത്. ഇന്നലെ ഞാൻ ഇതൊന്നും കാണിച്ചു തരാൻ മറന്നു. സത്യം പറഞ്ഞാൽ അടിച്ചാലുള്ളൊരു ഇതിൽ അതൊക്കെ മറന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളെ ടൈലറിങ് പഠിച്ചിന ഷോപ്പ് ഇട്ടാ. ഇവിടെ ഇവർ പാർട്ട് ടൈം ആയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് ടീച്ചറെ മെഷീന്. അത് മോട്ടറിനാണ്. നമുക്കൊക്കെ സാധാ മെഷീന്. നമ്മൾ സാധാ ദിമം തുടങ്ങിയാണ്ട് പിന്നെ ദിമക്ക് നമ്മൾ എത്തിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ കുറേ മെഷീൻസ് ഉണ്ട്. പഠിച്ചാൽ വരുന്നവരാകെ 3 കുട്ടികളുള്ളൂ കേട്ടോ. ഞങ്ങളടക്കം 3 കുട്ടികളുള്ളൂ. വെക്കേഷൻ ആകുമ്പോഴാണ് ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് ഷോപ്പിൽ നിന്ന് ഇവർക്ക് കൊടുന്നെടുക്കണതാണ്. നമുക്ക് പ്രയർ ഡ്രസ്സ് അടിക്കാൻ വേണ്ടി കൊടുന്നെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാടെണ്ണം അടിച്ച് വെച്ചിരിക്കണേ. ഏകദേശം 25 അടിച്ച് വെച്ചിരിക്കണമെന്നാണ് പറഞ്ഞത്. ഡെയിലി കൊടുന്നെടുക്കും കേട്ടോ. എന്നിട്ട് ഇവർ പിന്നെ എന്താണ്, ഇത് ഷോപ്പിൻ്റെ ആൾക്കാർ വന്നത് കൊണ്ടുപോകലാണ്. ഈ മെഷീനാട്ടോ എൻ്റേത്. പിന്നെ ഈ കാണുന്ന മെഷീനാണ് എൻ്റെ നാത്തൂൻ്റേത്. അങ്ങനെ ഇത് ഞങ്ങൾ ശീല വെട്ടണം. അപ്പോൾ ഇത് വേറൊരു ഫ്രണ്ടാട്ടോ, അപ്പോൾ ശീല വെട്ടണം. അങ്ങനെ പിന്നെ ഈ ഒരു മെഷീൻ ഇവിടെ വന്നപ്പോഴാട്ടോ ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുന്നത്. ഇതൊക്കെ ഈ നമ്മൾ മാക്സിൻ്റെയും ഉടുപ്പിൻ്റെയും ഒക്കെ സൈഡിൽ ഒരു പ്രത്യേക ഒരു ത്രികോണ മാതിരിയുള്ള സ്റ്റിച്ചിങ്ങില്ല, അതിനൊക്കെ പറ്റും. ഇതിൽ പല മോഡൽ സ്റ്റിച്ചിങ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ഇതിൻ്റെ പഴയ ചുരിദാറാണ്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇന്ന് പാൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ച്. കുറച്ചൊരു പുതിയ ചുരിദാറായിന്. അപ്പോൾ ഞാനിതായിട്ട് എൻ്റെ പാകത്തിൽ പാൻറ്റ് അടിക്കാമെന്നിട്ട് വിചാരിച്ചത്. അതാകുമ്പോൾ എനിക്ക് ഉപയോഗിക്കുകയും ചെയ്യില്ല വിചാരിച്ച് നല്ല ഇതിലാട്ടോ ഞാൻ വന്നത്. പക്ഷെ ഇന്ന് മെഷീനിന് അത്ര വലിയ മൂഡിലല്ല, അതുകൊണ്ട് തന്നെ കുറച്ചൊരു കഷ്ടപ്പാടുണ്ടേനി. നൂല് വെട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓളില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓള മെഷീൻ മേലാട്ടോ ഇരുന്നത്. ഓള മെഷീൻ കുറച്ചും കൂടി നല്ലതേനി, പക്ഷെ എന്താണെന്നറിയില്ല, നൂല് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ അടിച്ച്. ഇന്ന് ടീച്ചർ വരാൻ കുറച്ച് വൈകിട്ടാണ്, മീറ്റിംഗ് ഉണ്ടായിനി. അപ്പോൾ ഞാനും വേറൊരു താത്തയാണ് ഉള്ളതേനി. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ വർത്താനം പറയും, പിന്നെ അടിച്ചു, അങ്ങനെയൊക്കെ ഇനി. പിന്നെ അന്ന് കുട്ടികൾ കുറവായതിന് ഭയങ്കര ബോറേനി. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഞാൻ ചില ദിവസങ്ങൾ എനിക്ക് തീരെ മൂടുണ്ടാവില്ല കേട്ടോ. ഒന്നാമത് ഉച്ചേൻ്റെ ശേഷമാണ്. ഇപ്പോൾ ഫുഡ് കഴിച്ചൊക്കെ നമ്മളിങ്ങനെ നടന്ന് അവിടെ എത്തുമ്പോൾ തന്നെ ഉള്ള മൂടൊക്കെ പോകുക. അപ്പോൾ പിന്നെ ഞാൻ കട്ടിങ് അവിടുന്ന് ചെയ്യും, എന്നിട്ട് വീട്ടിൽ വന്നാണ്ട് അടിക്കലാണ് ചെയ്യൽ. അപ്പോൾ ഇന്ന് പിന്നെ നാത്തൂനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം അടിച്ചാണ്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്താലേ വീട്ടിൽ നിന്നൊക്കെ അടിച്ചിനി. ഇപ്പോൾ കട്ട് ചെയ്ത് കണ്ടൊക്കെ കൊണ്ടുവരും, പക്ഷെ വീട്ടിൽ നിന്ന് അടിച്ചാൽ മടിയേക്കണം കേട്ടോ. എന്താണെന്നറിയില്ല, മെഷീൻമേ ഇരിക്കാനൊരു മടി വന്നിക്കണേ. ഒന്നാമത് ഞാൻ നല്ല ഇതിലാകുമ്പോൾ മെഷീൻ വേറൊരു മൂഡിലേക്ക് അറിയും. മെഷീൻ നല്ല മൂഡിലാകുമ്പോൾ എനിക്കും ഒറ്റ മൂഡിനല്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഇതെന്ന് വെച്ചാൽ അടിനൂല് ചുറ്റലാണ്. അതൊക്കെ തീരെ ഇഷ്ടമില്ല എനിക്ക്. എനിക്ക് മെഷീൻ അടിക്കാൻ അറിയില്ലും, അടിനൂല് ചുറ്റാൻ അറിയില്ല. ഉമ്മാനെ കൊണ്ട് ചുറ്റിച്ചല്ലേ ഞാൻ ചുറ്റിയാൽ ടൈറ്റ് ആവില്ല. ഇപ്പോൾ അതൊക്കെ റെഡി ആയിട്ടാണ്. പക്ഷെ എന്നാലും ഒരു മടിയാണ്. അതിമങ്ങോട്ട് ഇരുന്നാൽ പിന്നെ ഒരു മടിയാണ്. നൂല് പൊട്ടണൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ എന്തിനാ വെച്ച് ടൈലറിങ് പഠിച്ചാൽ പോയെന്ന് ചോദിച്ചു. എന്താ പറയുക, ഒരിഷ്ടം തോന്നി അങ്ങനെ പോയതാട്ടോ. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാൻറ്റ് അടിക്കുന്നതിന് മുന്നേ 2 ചേർത്ത് അടിച്ചാണെങ്കിൽ അങ്ങനെ അതൊക്കെ അടിച്ചതിന്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ടൈലറിങ്ങിൻ്റെ പുസ്തകം. നമുക്കൊരു പുസ്തകം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതിൽ കുറേ കണക്കൊക്കെ വരുന്നത്. നമ്മൾ അളവൊക്കെ എടുക്കൽ, നമ്മൾ അളവാണ്ട് എടുത്ത് അങ്ങനെയല്ലേ. ഇപ്പം നമ്മൾ അളവെടുത്ത് ടൈലർമാരൊക്കെ നമ്മൾ അളവെടുത്ത് അങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ കുറച്ചൊരു പണിയുണ്ട് ഇതിൽ, കുറച്ചൊക്കെ കണക്കുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ടീച്ചർ പറഞ്ഞ എല്ലാം വെടിപ്പ് ഇത് വിടാതെ എല്ലാം എഴുതി വെക്കുക. ഇനി അങ്ങനെ പിന്നെ കുറേയൊക്കെ ഇപ്പോൾ ലെവലായി. നമ്മൾ ഏത് കാര്യത്തിനും ആദ്യം ഇറങ്ങുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ പിന്നെ അങ്ങോട്ട് റെഡി ആവും. അപ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങാനാണ് മടി. പക്ഷെ നിങ്ങളൊന്ന് ഇറങ്ങി നോക്കുകയാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടി 100 വഴികൾ തുറന്നു തരും. അത് സത്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമാണെങ്കിൽ, ഇനി ആർക്കെങ്കിലും ഇവിടെ വന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ ഫീയും ഭയങ്കര കുറവാണ് കേട്ടോ. ഇവിടെ ടൈലറിങ് മാത്രമേ പഠിപ്പിക്കണുള്ളൂ. ഫാഷൻ ഡിസൈനിങ് ഒക്കെ ആഗ്രഹമുള്ളവർക്ക് വേറെ ഇതായി പോയി. ഇവർ ടൈലറിങ് മാത്രം നമുക്ക് പഠിപ്പിച്ച് തരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ടൈപ്പ് ചോക്കയാണ് കേട്ടോ നമ്മൾ ടൈലർമാർ യൂസ് ചെയ്യൽ. ഞാൻ അത് വിചാരിച്ച് സാധാരണ നമ്മൾ ടീച്ചർമാരൊക്കെ ഉപയോഗിച്ചതാണെന്ന്. അപ്പോൾ അതൊക്കെ മിക്ക ആൾക്കാർക്ക് കുറേയൊക്കെ അറിയും. പിന്നെ ഞാനൊന്ന് മെയിൻ ആവാൻ വേണ്ടി ഇതൊക്കെ കാണിച്ചു തരാണ് നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ എൻ്റെ അളവിലാണ് അടിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പാൻറ് അടിച്ചാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ. പക്ഷേ വീഡിയോ എടുക്കലും എൻ്റെ അളവെടുക്കലും അങ്ങനെ എല്ലാം കൂടി എന്തൊക്കെ ഒരു കാട്ടിക്കൂട്ടി ഞാൻ അങ്ങോട്ട് വെട്ടിയിട്ടാണ്. അങ്ങനെ വെട്ടി പിന്നെ ഞാൻ അടിച്ചണമെന്ന് ഞാൻ വീഡിയോ എടുക്കണില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മടിയുണ്ട്. അങ്ങനെ ഇതാണ് ഫാൻറ്റിൻ്റെ ഒരു അങ്ങനെ ഇതിപ്പോൾ ഞാൻ വെട്ടിയതാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വെട്ടി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് ഫാറ്റായി വരുമ്പോൾ നല്ല രസമുണ്ട്. നാത്തൂനൊക്കെ ഒന്ന് കാണിച്ചു നല്ലതായിട്ടാണ് വിചാരിച്ചാണ്. പക്ഷേ അടിച്ചതിനിപ്പോൾ എനിക്ക് കൊള്ളണില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഇതാണ് നമ്മളെ കടൻ്റെ നെയിം. ഇത് നമ്മൾ വെച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ് വെക്കും. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്ര ഉള്ളൂ. ബൈ ബൈ.